കുറച്ചു സമയം മുൻപാണ് അദ്ദേഹം 14 ജില്ലാ കമ്മിറ്റികളുടെയും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി തുടങ്ങിയത്. ഓരോ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി തുടങ്ങുകയാണ്. ഈ വാർത്ത വന്നതിന് പിന്നാലെ, കാരണം പാർട്ടി അംഗമല്ലാതിരിക്കുന്ന താൻ ഒരു ഔദ്യോഗിക ഗ്രൂപ്പിലും അംഗമായിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നിലപാട്. അപ്പോൾ പാർട്ടിയുടെ നിലപാട് വരുന്നതിന് മുൻപ്, ഗ്രൂപ്പുകളിൽ ചോദ്യം ഉയരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഗ്രൂപ്പുകളിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ തന്നെ ഈ സസ്പെൻഷൻ ഓർഡർ ഇറങ്ങിയേക്കും എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷമുള്ള നടപടികളല്ല, അതിനു മുൻപ് തന്നെ ഔദ്യോഗികമായ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ഇറങ്ങുകയാണ്. നേരത്തെ രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജിയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വലിയ തോതിലുള്ള പോരുവിളികളും ഒക്കെ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കി സ്ഥാനം മോഹിച്ച് ഇതൊക്കെ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ ഒരു വിഭാഗവും, അതിനെ എതിർത്തുകൊണ്ട് മറുവിഭാഗവും രംഗത്തെത്തിയതോടുകൂടി വലിയ തോതിലുള്ള ഒരു മെസ്സേജ് യുദ്ധം തന്നെയായിരുന്നു ആ ഗ്രൂപ്പിൽ നടന്നത്. ഏതാണ്ട് ഒരു 20 മെസ്സേജുകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും പോരിനുള്ള സമയമുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ ദേശീയ നേതൃത്വം ഇടപെട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കി മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ജില്ലാ കമ്മിറ്റി ഗ്രൂപ്പുകളിലെല്ലാം അദ്ദേഹം അതിനുശേഷവും തുടരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ പാർട്ടിയിൽ നിന്നുകൂടി പുറത്താക്കുകയാണെന്ന് വരുമ്പോൾ, പാർട്ടിയിൽ ആരുമല്ലാതെ ഇരിക്കുന്ന ഒരാൾ പാർട്ടിയുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ തുടരുന്നത് ശരിയല്ല എന്ന് സ്വയം തോന്നിയിട്ടാകണം അദ്ദേഹം എന്തായാലും എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ഇറങ്ങുകയാണ്.